ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണതെന്നറിയോ? നമുക്ക് പാക്കറ്റിൽ കടയിൽ നിന്നൊക്കെ ഇൻസ്റ്റൻറ്റ് ഉപ്പുമാവ് മിക്സ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടില്ലേ? അതുപോലത്തെ മിക്സ് നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഉപ്പുമാവാണ് ഇത് കേട്ടോ. നല്ല സ്വാദുണ്ട് ഉപ്പുമാവ്. പിന്നെ ചില പൊടിക്കൈകൾ നമ്മുടെ വീട്ടിലത്തെയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിനായിട്ട് 1.5 കപ്പ് റവയാണ് എടുത്തത് കേട്ടോ. വറുത്തതായാലും വറക്കാത്തതായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് കുറച്ചൊരു ചെറിയ കഷ്ണം ക്യാരറ്റ്, പിന്നെ ഇഞ്ചി, പച്ചമുളക്, സവാള, പിന്നെ വറുത്തിടാനായിട്ട് ഉണക്കമുളക്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സാധാരണ എല്ലാതും ഉപ്പുമാവിലിടുന്നത് തന്നെ. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് അതിൽ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഏത് ഓയിലാണെന്ന് വെച്ചാൽ അത് എടുക്കുക. അത് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്. നന്നായിട്ടൊന്ന് മൂക്കട്ടെ കേട്ടോ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ച് വെച്ചോ. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ കേട്ടോ. പിന്നെ ഇഞ്ചി, പച്ചമുളക് എല്ലാതും പൊടിയായിട്ട് അരിഞ്ഞാൽ മതി. ക്യാരറ്റ് അതൊരു പകുതി ക്യാരറ്റാണ് എടുത്തത്. അതും ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതാണ്. ഇതൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. തീ ഒന്ന് കൂട്ടി വെച്ചോളൂ കേട്ടോ. തീ കൂട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അതിന് ക്യാരറ്റിലത്തെയും പച്ചമുളകിലത്തെയൊക്കെ വെള്ളം പോകാനാണ് നമുക്കത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഒരു സവാള വലുതാണ് എടുത്തത്, ഒരു വലിയ സവാള. പിന്നെ കറിവേപ്പില, അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മുടെ ഉപ്പുമാവിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ സമയത്ത് തന്നെ ഉപ്പിടണം, അപ്പോഴാണ് എല്ലാത്തിലും നന്നായിട്ട് ഉപ്പ് പിടിക്കുക. ഇത് മറ്റേ പോലത്തെ അല്ലല്ലോ, നമുക്ക് ഈ മിക്സ് ഉണ്ടാക്കി എടുത്തു വയ്ക്കാനും പറ്റും. അതുകൊണ്ട് ഈ സമയത്ത് ഉപ്പ് ചേർക്കണം. നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ 1.5 കപ്പ് റവയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഫ്ലെയിം കൂട്ടി വയ്ക്കുക. എന്നിട്ട് ഈ റവയും കൂടെ ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ വറുത്ത റവയായാലും ഒന്നും കൂടെ വറുക്കണം, വറുക്കാത്ത റവയായാലും ഒന്നും കൂടെ വറുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നെയ്യും കൂടെ ഒഴിക്കുമ്പോൾ നല്ല മണം വരും ഉപ്പുമാവിന്. അങ്ങനെ ഇത് നന്നായിട്ട് കരിഞ്ഞു പോകാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഫ്ലെയിം കൂട്ടി തന്നെ വെച്ചിട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി നമുക്ക് നേരത്തെ സവാളയൊക്കെ വഴറ്റിനെ കൂടെ ഇടാം, അല്ലെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. എപ്പോൾ ഇട്ടാലും കുഴപ്പമില്ല. കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ വീട്ടിലത്തെ ഒരു ടിപ്പാണ്. അങ്ങനെ ഇത് നന്നായിട്ട് മൊരിഞ്ഞു വരില്ലേ? ആ സമയത്ത് നമുക്ക് അവിടെ 1.5 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി സിമ്മിലിടുക കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്ത് അപ്പം തന്നെ നമ്മളൊന്ന് അടച്ചു വയ്ക്കുക. സിമ്മിലിട്ടിട്ട് 3 മിനിറ്റ് മാത്രം മതി. ആ സമയം കൊണ്ട് നമ്മുടെ നല്ല സോഫ്റ്റായിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ മിക്സ് ഉണ്ടാക്കിയില്ലേ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ്, അതാണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്. ആ റവയുടെ ആ കൂട്ട് നമുക്ക് എടുത്തു വയ്ക്കാം ഫ്രിഡ്ജിൽ, എയർ ടൈറ്റ് ആയിട്ടുള്ള. തണുത്ത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ വെള്ളം തിളപ്പിച്ചിട്ട് ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം തിളപ്പിക്കുക, അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൂടി വയ്ക്കുക, 3 മിനിറ്റ് വേവിക്കുക. അപ്പോൾ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ഉപ്പുമാവായിരുന്നു. എൻ്റെ മിക്സ് ഉണ്ടാക്കുന്നത് മനസ്സിലായില്ലേ? ആ മിക്സ് ഉണ്ടാക്കിയത് നന്നായിട്ട് റവ നന്നായിട്ട് ഇങ്ങനെ കടിക്കുമ്പോൾ ഇങ്ങനെ കരിയിരുന്നിനെ പൊട്ടിപ്പോവില്ലേ, അതുപോലത്തെ പാകത്തിന് റവ ആക്കിയെടുക്കുക. അങ്ങനെ നമുക്ക് ഈ മിക്സ് എടുത്തു വെച്ചിട്ട് വെള്ളം തിളച്ചിട്ട് അതിലിട്ട് കൊടുക്കുക. എത്ര റവയുടെ നമ്മൾ ഉണ്ടാക്കി വെച്ചതെന്ന് വെച്ചാൽ 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള തോതിൽ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.